തെരഞ്ഞെടുപ്പ് ദിനത്തിലും നുണപ്രചാരണവുമായി കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ. നുണകളും ചരിത്രത്തെ വളച്ചൊടിച്ചും വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതി. അതേസമയം കോൺഗ്രസ് RSS ബന്ധത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശങ്ങൾക്ക് മറുപടിയില്ലാതെയാണ് കെ.സി. വേണുഗോപാലിന്റെ നുണപ്രചാരണം. ജനസംഘവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചരിത്രവും വസ്തുതകളും വ്യക്തമാക്കിയാണ് RSSുമായി ഒരു ഘട്ടത്തിൽ പോലും ചേർന്നിരുന്നില്ലെന്നും കോൺഗ്രസിനാണ് RSS കൂട്ടുകെട്ട് ഉണ്ടായിരുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് ചരിത്രത്തെ വളച്ചൊടിച്ചും നുണകൾ കുത്തിനിറച്ചും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയത്. 1977 CPIM RSS സഹകരണം ഉണ്ടായെന്ന് കത്തിൽ വേണുഗോപാൽ പറയുന്നു. എന്നാൽ 1977 ജനതാ പാർട്ടിയുമായുള്ള സഹകരണത്തെയാണ് ജനസംഘവുമായി ചേർന്നെന്ന തരത്തിൽ വളച്ചൊടിച്ച് നുണപ്രചരണം നടത്തുന്നത്. 1989 VP സിംഗിനെ പിന്തുണച്ചതും RSS ബന്ധമെന്നാണ് കെ.സി. വേണുഗോപാലിന്റെ മറ്റൊരു നുണപ്രചരണം. BJP കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തരുതെന്ന ഉപാധിയോടെ VP സിംഗ് സർക്കാരിനെ CPIM പുറത്തുനിന്ന് പിന്തുണച്ചിരുന്നു. CPIM മുന്നോട്ടുവെച്ച ഉപാധി മൂലമാണ് VP സിംഗ് മന്ത്രിസഭയിൽ BJP ഉണ്ടാകാതിരുന്നത്. ഈ ചരിത്രത്തെയും കെ.സി. വേണുഗോപാൽ വളച്ചൊടിച്ചാണ് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തെഴുതിയത്. കെ.സി. വേണുഗോപാലിന്റെ മറ്റൊരു നുണപ്രചരണം ഭാരതാംബ ചിത്രവിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെന്നാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശക്തമായ പ്രതികരണം എല്ലാവരും കണ്ടതാണ്. അതേസമയം ഇന്നലത്തെ പ്രതികരണത്തിന് മുഖ്യമന്ത്രി നിർബന്ധിതനായി എന്ന് വാദിക്കുന്ന കെ.സി. വേണുഗോപാലിന് RSS കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മുന്നോട്ടുവെച്ച വസ്തുതകളോടോ പരാമർശങ്ങളോടോ മറുപടിയില്ല. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലം മുതൽ കോൺഗ്രസിനുള്ള RSS ബന്ധം ചരിത്രവും വസ്തുതകളും നിരത്തിയായിരുന്നു മുഖ്യമന്ത്രി പുറത്തുവിട്ടത്. പ്രശസ്ത മാധ്യമപ്രവർത്തകയും ഇന്ത്യൻ എക്സ്പ്രസിന്റെ പൊളിറ്റിക്കൽ എഡിറ്ററുമായിരുന്ന നീരജ ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകമടക്കം ഉദ്ധരിച്ചായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.